ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അരുൺ വളരെ സ്നേഹത്തോടെ ശ്രീകുട്ടിയെ ഭക്ഷണം മൂട്ടുന്നത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ വസുന്ധരാമ അരികിലേക്ക് എത്തി. അരുണിനോട് ചോദിക്കണോ, എന്തിനാ അരുൺ നീ ഈ കുഞ്ഞിനെ വാരി കൊടുക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ നിനക്ക് കഴിച്ചിട്ട് പോയാ പോരെ എന്ന് ചോദിക്കുമ്പോ അരുൺ വേഗം എഴുന്നേറ്റ് വസുന്ധരയോട് പറഞ്ഞു, അതല്ലമ്മേ, ആ കുഞ്ഞ് തനിച്ചിരുന്ന് വിഷമത്തോടെ ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും കണ്ടു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. ഉടനെ വസുന്ധര പറഞ്ഞു, എവിടെ നിന്നോ വന്ന ഒരു കുട്ടി, ആ കുട്ടി കുറച്ചു ദിവസത്തേക്ക് ഇവിടെ കഴിയുന്നു, അത്രയേ ഉള്ളൂ. ആരോരുമില്ലാത്ത ആ കുട്ടിക്ക് ഒരു അഭയം കൊടുത്തു. അതിൽ കൂടുതൽ യാതൊരു സെന്റിമെന്റ്സും ആ കുട്ടിയോട് ഇവിടെയുള്ള ആർക്കും തന്നെ വേണ്ട. അവൾക്ക് കൈയുണ്ടല്ലോ, അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളും. അരുൺ, നീ നിന്റെ ജോലി നോക്കിപ്പോക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര അരുണിനെ അവിടെ നിന്ന് പറഞ്ഞേക്കണം. അമ്മയോട് എതിർത്ത് പറയാനാകാതെ അരുണിന്റെ ആരുമല്ല കുഞ്ഞെന്നുള്ള രീതിയിലുള്ള വസുന്ധരയുടെ വാക്കുകൾ കേട്ട് വേദനയോടെ അരുൺ അവിടെ നിന്ന് പോകുന്നു. അരുൺ പോയി കഴിയുമ്പോഴേക്കും മോള് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ട് വസുന്ധര ശ്രീകുട്ടിയോട് ചോദിച്ചു, നീ എന്താ കഴിക്കാത്തത്? ഇരുന്ന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെടുന്നു. അരുണിന് ശ്രീകുട്ടിയോടുള്ള ആ സ്നേഹം കണ്ട് വസുന്ധരയുടെ മനസ്സ് വല്ലാതെ പിടയുന്നു. അരുണിന് സ്വന്തം മകളാണ് ആ ശ്രീകുട്ടി എന്നുള്ള സത്യം അറിയില്ല എങ്കിൽ പോലും ആ കുട്ടിയോടുള്ള അരുണിന്റെ സ്നേഹം അത് അതിര് കടന്നു പോകുന്നു. എന്തായാലും ഇങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വസുന്ധര മനസ്സിൽ തീരുമാനമെടുക്കുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടി ആകെ സങ്കടത്തോടെ വസുന്ധരയുടെ ആ ഒരു പെരുമാറ്റത്തിൽ വേദനയോടെ വസുന്ധരയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഐശ്വര്യ റൂമിൽ ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് കണ്ണാടിയിൽ നോക്കി ഐശ്വര്യ തന്നെ ആശങ്കപ്പെടുന്നു. കണ്ണുകൾക്ക് ചുറ്റും വല്ലാതെ ബ്ലാക്ക് ഷെയ്ഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ഐശ്വര്യ ആശങ്കയോടെ നോക്കി. ഇല്ല, തോന്നിയതാണ്. സൗന്ദര്യത്തിന് ഒട്ടും കുറവൊന്നും വന്നിട്ടില്ല എന്ന് സ്വയം ഐശ്വര്യ തന്നെ തന്റെ പ്രതിരൂപം നോക്കി പറയുന്നു. കണ്ണാടിയിൽ നോക്കി അങ്ങനെ ഐശ്വര്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഐശ്വര്യയോടെ പറഞ്ഞു, ഉടനെ തന്നെ പാലിൽ കുങ്കുമപ്പൂ വിട്ട് കുളിക്കണം, എന്നാലേ ഈ സൗന്ദര്യം ഇതുപോലെ നിലനിർത്താനാകൂ. കേരള ഇവിടെ മിസ് കേരളയായിരുന്നു, ആ സൗന്ദര്യം ഒരിക്കലും നഷ്ടമായിക്കൂടാ, അത് എന്നും കാത്തു സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അങ്ങനെ വലിയ അഹങ്കാരത്തോടെ തന്റെ സൗന്ദര്യം നോക്കി കണ്ണാടിയിൽ നോക്കി അങ്ങനെ ആസ്വദിച്ചു നിൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വസുന്ധര എത്തണം. വസുന്ധര വന്ന് ഐശ്വര്യയോട് ചോദിച്ചു, എന്താ മോളെ, എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ കണ്ണാടി അല്ല ഓഫീസിലേക്ക് പോകാനായി റെഡിയാവുകയായിരുന്നു എന്ന് പെട്ടെന്ന് തിരുത്തി പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ വസുന്ധര പറഞ്ഞു, മോളെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനായി വന്നതാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ കാര്യങ്ങളൊന്നും നോക്കണ്ട. അത് കേട്ട ഉടനെ ആകെ സംശയത്തോടെ ഐശ്വര്യ ചോദിച്ചു, അതെന്താമ്മേ, ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അല്ല, ഇനി ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ഞാൻ പോരാ എന്നോ? എനിക്ക് അതിനുള്ള കഴിവില്ലെന്നൊക്കെ അമ്മയ്ക്കും തോന്നി തുടങ്ങിയോ എന്ന് ആശങ്കയോടെ ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറഞ്ഞു, അതൊന്നും അല്ല മോളെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നാണ്, വേറൊന്നുമല്ല. നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് ടൂറ് പോകൂ. അത് ഇവിടെ അടുത്തൊന്നും അല്ല, സ്വിറ്റ്സർലൻഡോ അങ്ങനെ ഏത് രാജ്യത്തേക്കാണ്, യൂറോപ്യൻ കൺട്രീസിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ പൊയ്ക്കോ. അതിന്റെ എല്ലാ ചെലവും വിസയുടെയും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യയോട് വസുന്ധര അറിയിച്ചു. അത് കേട്ടതോടെ ഐശ്വര്യക്ക് വലിയ സന്തോഷമായി. ഐശ്വര്യ വേഗം ചെന്ന് വസുന്ധരയെ കെട്ടിപ്പിടിച്ച് താങ്ക് യു അമ്മേ എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിക്കുമ്പോ ഉടനെ ഐശ്വര്യയോട് വസുന്ധര പറഞ്ഞു, ആ മോൾക്ക് സന്തോഷമായില്ലേ, അരുണിനെയും കൂടെ കൂട്ടണം കേട്ടോ. അന്ന് കേട്ടതും ഐശ്വര്യ പറഞ്ഞു, ഓ, അരുണിനോട് ഇക്കാര്യം പറഞ്ഞാൽ അത് അരുണിന് ഇഷ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ, കാരണം അരുണിന്റെ മൈൻഡ് ഇപ്പൊ വേറെ ഏതോ രീതിയിലാണ് എന്ന് ഐശ്വര്യ സങ്കടപ്പെടുന്നത് കണ്ട് വസുന്ധര പറഞ്ഞു, എനിക്കറിയാം, അവന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കേണ്ടത് മോളുടെ കടമയാണ്. മോള് വേണം ഇനി അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ. അവന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ട ചുമതല മോൾക്കാണ്. അതുകൊണ്ട് തന്നെ മോള് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഉടനെ ഐശ്വര്യ അതിനെക്കുറിച്ച് ഓർത്തങ്ങനെ നിൽക്കുമ്പോ വസുന്ധര പറഞ്ഞു, അതെ, യാത്ര പോയിട്ട് ഞാനും പറയാം അരുണിനോട്, യാത്ര പോയി മടങ്ങി വരുന്ന സമയത്ത് അമ്മയ്ക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുമായിട്ട് വേണം മോൾ ഇവിടേക്ക് വരാനെന്ന് ഐശ്വര്യയോട് പറഞ്ഞു. ഐശ്വര്യക്ക് അപ്പോഴേക്കും ആകെ സംശയമാകുന്നു. ഐശ്വര്യ ഇത്രയും നേരം സന്തോഷത്തോടെ നിന്നെങ്കിൽ വസുന്ധരയുടെ ആ വാക്ക് കേട്ടതും ഐശ്വര്യയുടെ മുഖമാകെ മങ്ങി. ഉടനെ വസുന്ധര പറഞ്ഞു, എന്താന്ന് മോൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചതും ഐശ്വര്യ ഒന്നും മിണ്ടാതെ അങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോ ഐശ്വര്യക്ക് അരികിലേക്ക് എത്തി വസുന്ധര പറഞ്ഞു, മോളെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷം എത്രയായി? ഇനിയെങ്കിലും അച്ഛമ്മയെന്ന് വിളിക്കാൻ എനിക്ക് ഒരു പേരക്കുട്ടിയെ വേണം. അതുകൊണ്ട് ആ
പേരക്കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെങ്കിലേ ഉള്ളൂ അവരുടെ സ്നേഹബന്ധത്തിന്റെ ആഴം കൂടൂ. അവരുടെ ആ പരസ്പര സ്നേഹം നിലനിന്നു പോകാനും അവരെ കൂടുതൽ അവരുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത് ഒരു കുഞ്ഞാണ്. അത് എന്തുകൊണ്ടും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പ്രകൃതിയുടെ സർവ്വചരാചരങ്ങളിലും നടക്കുന്നതും അതുതന്നെയാണ്. ഈ പ്രകൃതിയുമായി നമ്മളെ ചേർത്ത് നിർത്തുന്നതും അങ്ങനെ ആ ഒരു കുഞ്ഞാണ് എന്ന് വസുന്ധര ഐശ്വര്യയോട് പറയുമ്പോൾ അതെല്ലാം കേട്ട് ഐശ്വര്യ ആകെ പ്രശ്നത്തിലായി. ഐശ്വര്യ ഒട്ടും താല്പര്യമില്ലാതെ അങ്ങനെ നിൽക്കുന്നതും ഉടനെ വസുന്ധര പറഞ്ഞു, മോളെ ഈ അമ്മ ഉദ്ദേശിച്ചത് എന്താന്ന് മോൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. ഐശ്വര്യ ആ അറിയാം അമ്മ എന്ന് തല കുലുക്കുമ്പോൾ ശരി എന്നാ മോള് പോകാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ് വസുന്ധര റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഐശ്വര്യക്ക് ആകെ കരിയായി. ദൈവമേ, എന്റെ ഈ സൗന്ദര്യം പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോ വന്നിരിക്കുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും ഞാൻ അത് അനുവദിക്കുകയുമില്ല. എന്റെ സൗന്ദര്യം ഇതിന്റെ മരണം വരെ ഇതുപോലെ ഞാൻ നിലനിർത്തും. അതിന് ഞാൻ ഒരിക്കലും ആരെ അനുവദിക്കില്ല. അല്ലാത്ത പക്ഷം ആരോടും ഞാൻ അതിനായി ഒരിക്കലും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ അങ്ങനെ മനസ്സിൽ തീരുമാനമെടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ശ്യാമയ്ക്ക് തീരെ കാലിനും കൈക്കും ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അഖിൽ ശ്യാമയ്ക്ക് വേണ്ട ഭക്ഷണം പ്ലേറ്റിലെടുത്ത് കൊടുത്തു. ശ്യാമ അപ്പോഴേക്കും അഖിലിനെ നോക്കി പറഞ്ഞു, അഖിൽ സാർ വേണ്ട, എന്റെ കൈക്ക് ഇപ്പൊ പ്രശ്നമില്ല, എനിക്കതെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോ ഞാൻ തരും തനിക്ക്, അത് മതി എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, ഏയ് അത് വേണ്ട, ഞാൻ ഞാൻ തന്നെ കഴിച്ചോളാം. പിന്നെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ സാറിന് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, എനിക്ക് എന്ത് ബുദ്ധിമുട്ടാടോ, തനിക്ക് വേണ്ട കാര്യങ്ങൾ തന്നേക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു തരുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണ് എന്ന് അഖിൽ ശ്യാമയോട് പറഞ്ഞു. താൻ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതും അഖിൽ ശ്യാമയെ നോക്കി ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നത് കണ്ട് ശ്യാമ പറഞ്ഞു, അഖിൽ സാർ ആദ്യം കഴിക്കുക. ഉടനെ അഖിൽ ശ്യാമയോട് അറിയിച്ചു, അങ്ങനെയല്ല, താൻ ആദ്യം കഴിക്കണം, എന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ, താൻ വേഗം കഴിക്കടോ എന്ന് പറഞ്ഞ് അഖിൽ നിർബന്ധിച്ചു. അവസാനം ശ്യാമ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നു. ശ്യാമ കഴിക്കുന്നതിനിടയിൽ അഖിലിനെ നോക്കുമ്പോൾ ആകെ വിഷമത്തോടെ അഖിൽ പറഞ്ഞു, അതെ, താൻ വേഗം ഭക്ഷണം കഴിച്ചേ, ബാക്കി കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയുമ്പോൾ ശ്യാമ ഭക്ഷണം കഴിക്കാനായി ആ സ്പൂൺ കയ്യിലേക്ക് എടുത്തതും ശ്യാമയുടെ കൈ വേദന എടുക്കുന്നത് കൊണ്ട് കഴിക്കാൻ കഴിയുന്നില്ല. ഉടനെ അഖിൽ ചോദിച്ചു, എന്തു പറ്റിയടോ, കൈക്ക് വേദനയുണ്ടോ? ഉടനെ ഉണ്ട് എന്ന് ശ്യാമ മറുപടി നൽകിയതും അഖിൽ പറഞ്ഞു, അതിനെന്താ, ഞാൻ വാരിത്തരാവല്ലോ എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് അഖിൽ വാരി കൊടുക്കാൻ ഒരുങ്ങുന്നു. ശ്യാമ പറഞ്ഞു, അയ്യോ വേണ്ട അഖിൽ സാർ, അതൊന്നും ശരിയാവില്ല, ആളുകൾ കാണും എന്ന് പറയുന്നത് കേട്ട് അഖിൽ പറഞ്ഞു, അതിനെന്താ, കണ്ടോട്ടെ, അതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ, താൻ ഇത് വേഗം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അഖിൽ നിർബന്ധപൂർവ്വം ശ്യാമയെ ആ ഭക്ഷണം ഊട്ടുന്നു. ശ്യാമ അത് കഴിച്ചതിന് ശേഷം അഖിലിനോട് പറഞ്ഞു, അഖിൽ സാർ, ഇതിന് നല്ല ടേസ്റ്റ്, കറിക്കൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, കറിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. ഉടനെ അഖിൽ പറഞ്ഞു, അതല്ല, അമ്മ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കിപ്പോ ഭക്ഷണം തരുന്നത് ആ ഭക്ഷണം സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. ആ ഭക്ഷണത്തിൽ സ്നേഹത്തിന്റെ മാധുര്യം കൂടിയുണ്ട് എന്ന് അഖിലിനോട് ശ്യാമ അറിയിച്ചു. അത് കേട്ടതും അഖിൽ പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹത്തിന്റെ മധുരം ശരിക്കും അങ്ങ് കഴിച്ചു എന്ന് പറഞ്ഞ് അഖിൽ വീണ്ടും ശ്യാമയ്ക്ക് ഭക്ഷണം പൊട്ടുന്നു. ഉടനെ ശ്യാമ പറഞ്ഞു, അതെ, എനിക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെങ്കിലും ഇതൊരു കണക്കിന് എന്റെ സൗഭാഗ്യമാണ്. അപ്പോഴേക്കും അഖിലിനാകെ അതിശയമാകുന്നു. എന്താണ് താൻ ഈ പറയുന്നത്, ഇത് സൗഭാഗ്യമാണെന്നോ, എങ്ങനെ എന്ന് അഖിൽ ശ്യാമയോട് അന്വേഷിച്ചതും ശ്യാമ പറഞ്ഞു, വേറൊന്നുമല്ല സാർ, എന്നെ ഇത്രയുമേറെ സ്നേഹിക്കുന്ന ആളുടെ കൈകൊണ്ട് എനിക്ക് ഭക്ഷണം വാരിത്തരുന്നു, എന്നെ കുളിപ്പിക്കുന്നു, സാരി ഉടുപ്പിക്കുന്നു, തല തോർത്തി തരുന്നു, ആഹാ, ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നില്ലേ. ഇതൊക്കെ എനിക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുമായിരുന്നോ എന്ന് ശ്യാമ അഖിലിനോട് ചോദിക്കുന്നത് അഖിൽ പറഞ്ഞു, ഓ അങ്ങനെ എന്ന് പറഞ്ഞ് അഖിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ശ്യാമയുടെ ഫോൺ റിങ് ചെയ്തു. ശ്യാമ കോൾ എടുത്ത് നോക്കിയതും GK സാർ ആണല്ലോ എന്ന് അഖിലിനോട് പറഞ്ഞു. ശ്യാമ കോൾ എടുക്കുക എന്ന് അഖിൽ പറഞ്ഞത് കേട്ട് ശ്യാമ കോള് അറ്റൻഡ് ചെയ്തു. ഹലോ GK സാർ എന്ന് വിളിച്ചതും GK സാർ പറഞ്ഞു, ശ്യാമ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചതും ഞാൻ വീട്ടിലുണ്ട് സാർ എന്ന് മറുപടി ശ്യാമ നൽകി. ഉടനെ GK സാർ പറഞ്ഞു, അതെ, ഇനി മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്ക് അധിക ദിവസങ്ങളില്ല കേട്ടോ, എത്രയും വേഗം എല്ലാ കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്തോണം. അതെ, ഇത് ടൈറ്റ് കോമ്പറ്റീഷനാണ്, മാത്രമല്ല
ചാനലിൻ്റെതായതുകൊണ്ട് നല്ല പ്രേക്ഷകരും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ പരാജയപ്പെടാൻ പാടില്ല. തൻ്റെ വിജയം അത് എൻ്റെ കൂടി പ്രസ്റ്റീജ് ഇഷ്യൂ ആണിപ്പോൾ. എൻ്റെ കൂടി അഭിമാന പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, എനിക്കറിയാം സാർ, തീർച്ചയായിട്ടും സാർ പറയുന്ന പോലെ തന്നെ ചെയ്യും എന്ന് ശ്യാമ അറിയിച്ചു. എന്നാൽ ഇനി സാധകവും പ്രാക്ടീസും ഒന്നും മുടക്കരുത്. മാധുരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടി നല്ലതായിട്ട് പാട്ട് പാടുന്നതാണ്. അത് ശ്യാമയ്ക്ക് നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ന് വേഗം GK സാർ അറിയിച്ചതും ശ്യാമ പറഞ്ഞു, എല്ലാം എനിക്ക് മനസ്സിലായി സാർ, ഞാൻ ശ്രമിച്ചോളാം, ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും അഖിലിനോട് ശ്യാമ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ശ്യാമയോട് അഖിൽ പറഞ്ഞു, അതിനെന്താ, താൻ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് തീർച്ചയായിട്ടും ഈ എക്സാമിൽ, ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ശ്യാമ ആശങ്കപ്പെടണ്ട എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു. അങ്ങനെ ശ്യാമയെ സമാധാനിപ്പിച്ച് അഖിൽ നിർത്തുമ്പോഴാണ് തിരിച്ച് വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസിലേക്ക് ശ്യാമയുടെയും അഖിലിന്റെയും ഒക്കെ സ്ഥാനമാനങ്ങൾ അവർ അത് ഉപേക്ഷിച്ച് പോയതിനു ശേഷം ആ സ്ഥാപനത്തിൽ എന്ത് നടക്കണമെങ്കിലും അതിലൊരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ പോലും അതെല്ലാം താനാണ് ചെയ്യുന്നത് എന്ന അഹങ്കാരത്തിൽ ഐശ്വര്യ ആ ഓഫീസിലേക്ക് എത്തുന്നു. ഐശ്വര്യ വന്നു കയറിയതും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഐശ്വര്യയെ വിഷ് ചെയ്തു. അപ്പോഴേക്കാണ് ഐശ്വര്യ ക്യാബിനരികിലേക്ക് ജാസ്മിൻ എന്ന കള്ളപ്പേരിൽ നിൽക്കുന്ന അശ്വതി എത്തിയത്. ഉടനെ തന്നെ അശ്വതി അകത്തേക്ക് വന്ന് മേ കമിൻ എന്ന് ചോദിച്ചതും, ആ എത്തിയോ എത്ര രാവിലെ എന്ന് ഐശ്വര്യ ചോദിച്ചു. അതെ, മേഡം വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ജാസ്മിൻ മറുപടി നൽകിയതും ഐശ്വര്യ പറഞ്ഞു, ശരി. അതെ, എന്തായാലും അറിയാമല്ലോ, എനിക്ക് ബഹുമാനം അല്പം കൂടുതലുള്ള ആളുകളോട് വലിയ ഇഷ്ടമാണ്. അതായത് എന്നെ മിനിമം ഇവിടെ വരുമ്പോൾ ഒന്ന് വിഷെങ്കിലും ചെയ്യണം, ഒരു ഗുഡ് മോർണിംഗ് പറയണം, അതെനിക്ക് കമ്പൽസറിയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ശ്യാമയോട് ഐശ്വര്യ കലിയോടെ അശ്വതിയോട് പറഞ്ഞു. അശ്വതി അത് കേട്ടതും, ഇനി മുതൽ നോക്കിക്കോളാം മേഡം എന്ന് വാക്ക് നൽകി. ഇല്ല, ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന രീതിയിൽ അങ്ങനെ അശ്വതി നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ പറഞ്ഞു, ആദ്യം നീ ചെയ്യേണ്ടത് എനിക്ക് ഒരു ഗ്രീൻ ടീ ഇട്ടുകൊണ്ട് വാ. അത് കേട്ടതും അശ്വതിക്ക് ആകെ ഞെട്ടി. എന്താ മേഡം, ഗ്രീൻ ടീയോ എന്ന് ചോദിച്ചതും, അതെ, നിനക്കറിയില്ലേ ഗ്രീൻ ടീ, അതൊരെണ്ണം എടുത്തുകൊണ്ട് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞതും, പറ്റില്ലെങ്കിൽ വേണ്ട എന്ന് ഐശ്വര്യ മറുപടി നൽകി. അപ്പോഴേക്കും ഐശ്വര്യയോട് വേഗം ജാസ്മിൻ പറഞ്ഞു, അയ്യോ മേഡം, അതല്ല, ഞാൻ ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് വേഗം ജാസ്മിൻ ആ ക്യാബിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടേക്ക് അരുൺ എത്തുന്നു. അരുണിനെ കണ്ടതും ഐശ്വര്യ നിന്ന് നോക്കുമ്പോൾ അരുണും ഐശ്വര്യ ദയനീയമായി നോക്കി. അങ്ങനെ അവർ പരസ്പരം നോക്കിയതിനു ശേഷം ഐശ്വര്യ അവിടുന്ന് പോയി കഴിയുമ്പോൾ അരുൺ ക്യാബിനിലേക്ക് കയറി വന്നു. അരുണിനെ കണ്ടതും ഐശ്വര്യ ചോദിച്ചു, അരുൺ അപ്പൊ വന്നല്ലേ, സാധാരണ ഈ സമയത്ത് വരാറില്ലല്ലോ, ഇന്നെന്താ നേരത്തെ എന്ന് അന്വേഷിച്ചു. ഉടനെ അരുൺ പറഞ്ഞു, അത് പിന്നെ ഐശ്വര്യയുടെ ഞാൻ റെക്കമെൻഡ് ചെയ്ത കാര്യം എന്ന് ചോദിച്ചതും, ഓ ആ പെണ്ണ്, അവളിതാ ഇപ്പൊ ഇവിടെ വന്നിരുന്നു, അവളുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാനായി എന്ന് ശ്യാമ ഐശ്വര്യയോട് പറഞ്ഞു. ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു, അത് ശരി, അപ്പോൾ അതിന് വന്നതാണല്ലേ, എന്നാ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവിടെ എനിക്ക് ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോയതാണ്. അരുണിന് ഇനി ആ പെൺകുട്ടിയുടെ വലിയ സിമ്പതി ഒന്നും തോന്നണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇന്നേ വരെ അരുൺ ഇത്ര നേരത്തെ വരുന്ന കണ്ടിട്ടില്ല, ഇന്നെന്ത് പറ്റി നേരത്തെ എന്നെല്ലാം ഐശ്വര്യ അന്വേഷിച്ചു. ഉടനെ അരുൺ പറഞ്ഞു, ഐശ്വര്യ അതൊന്നുമില്ല, ഞാൻ വെറുതെ നേരത്തെ പോന്നേ ഉള്ളൂ, ഇവിടുത്തെ വർക്കൊക്കെ ചെയ്തു തീർക്കാവല്ലോ എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, എനിക്കറിഞ്ഞൂടെ കാള വാല് പൊക്കുന്നത് എന്ത് കാരണത്താലാണെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അരുണിന് ആ പെൺകുട്ടിയുമായിട്ട് ഇനി യാതൊരു ഇടപാടും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഐശ്വര്യ അരുണിനോട് അറിയിച്ചു. അപ്പോഴേക്കും ഐശ്വര്യയ്ക്കും അരുണുമായിട്ടുള്ള ഗ്രീൻ ടീയുമായി അവിടേക്ക് അശ്വതി എത്തി. അശ്വതി അതുമായി വന്നത് കണ്ട് ഐശ്വര്യ നോക്കി, ഇത് 2 കപ്പുണ്ടല്ലോ, ഞാൻ ഒന്നല്ലേ ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞതും ഉടനെ ജാസ്മിൻ പറഞ്ഞു, അല്ല സാറപ്പോ വന്നതുകൊണ്ട് എന്ന് പറഞ്ഞതും, ശരി, നീ എന്തായാലും കൊണ്ടുവന്നതല്ലേ, ഒരു ഗ്ലാസ്സിങ് ഇതാ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വാങ്ങിച്ച്
ഐശ്വര്യ കുടിക്കാനൊരുങ്ങുമ്പോൾ അരുൺ വളരെ വിഷമത്തോടെ അശ്വതിയെ നോക്കി. അപ്പോഴേക്കും അശ്വതി താഴേക്ക് ഇറങ്ങിയതിന് ശേഷം തൻ്റെ ദേഹത്തെ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന ആ പരതാവേശം അത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മൂടുപടമാണെന്നും തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണെന്നും കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് അശ്വതി മനഃപൂർവ്വം അവിടെ ഐശ്വര്യയുടെ മുന്നിൽ തന്നെ നിന്നു. ഉടനെ ഐശ്വര്യ ഗ്രീൻ ടീ കുടിച്ചു കഴിയുമ്പോഴേക്കും അരുണും ആ സമയത്തിനുള്ളിൽ ജാസ്മിൻ ഗ്രീൻ ടീ കൊടുത്തു. അങ്ങനെ ഗ്രീൻ ടീ കുടിച്ച് രണ്ടുപേരും ഇരിക്കുമ്പോഴാണ് അടുത്ത് ഇനി എന്താ മേഡം എനിക്കുള്ള ജോലി എന്ന് ഐശ്വര്യ ചോദിച്ചത്. അപ്പോഴേക്കും ഐശ്വര്യ വേഗം തന്നെ ഇനി ചെയ്യേണ്ടത് എന്താണ് എന്ന് ഐശ്വര്യയോട് പറയുന്നു. അതെ, നീ ഇനി ചെയ്യേണ്ടത് ആ ഷെൽഫിലിരിക്കുന്ന ബുക്സ് എല്ലാം പൊടി തട്ടിക്കളഞ്ഞ് കൃത്യമായിട്ട് അടുക്കി വെക്കണം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ എനിക്ക് ചായ കൊണ്ട് തരേണ്ടി വരും. പിന്നെ ഈ നിലമൊക്കെ തുടയ്ക്കേണ്ടി വരും. അതൊക്കെയാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞെല്ലാം സമ്മതിച്ചതോടെ അരുൺ അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും ഐശ്വര്യ ആലോചിച്ചു, തന്നോട് ഇത്രത്തോളം വഴക്ക് എന്തിനാണ് ചെയ്തത്? ഇതിന് പിന്നിൽ എന്തോ കാരണമുണ്ടല്ലോ എന്ന രീതിയിൽ രണ്ടുപേരും പരസ്പരം നോക്കി. അപ്പോഴേക്കും ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് ഐശ്വര്യ ഒന്നും മനസ്സിലാകാതെ ജാസ്മിനോട് പറയുമ്പോൾ, ജാസ്മിൻ നിനക്ക് ഞാൻ ഇവിടെ തന്ന ജോലി ചെയ്താൽ മതി, നീ വേഗം പോകാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഐശ്വര്യ ആകെ വിഷമത്തോടെ അവിടുന്ന് പോകാൻ ഇറങ്ങുന്നത് കണ്ട് ജാസ്മിനോട് വീണ്ടും ചോദിച്ചു, അല്ല നിന്റെ ഏട്ടന്റെ പേര് ഇതൊന്നും ആയിരുന്നല്ലോ, നാസർ എന്നല്ലേ അരുൺ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഉടനെ ഐശ്വര്യ പറഞ്ഞത് ശരിയാണെന്നും ഐശ്വര്യയുടെ ചോദ്യം സത്യമായ രീതിയിലായതുകൊണ്ട് തൽക്കാലം അശ്വതിയും അരുണും മറുപടിയൊന്നും പറയാതെ ആകെ വിഷമത്തോടെ നിന്നു. ഉടനെ തന്നെ അരുൺ പറഞ്ഞു, അറിയാം ഐശ്വര്യ, വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന കുട്ടിയാണ് ഇത്. ഈ ആ കുട്ടിയുടെ നിർഭാഗ്യവശാലാണ് ഇപ്പോ ഇങ്ങനെയൊക്കെ കഴിയേണ്ടി വന്നത്. അതുകൊണ്ട് ഐശ്വര്യ അല്പം മാന്യമായിട്ട് പെരുമാറണം എന്ന് അരുൺ ആവശ്യപ്പെട്ടു. അത് കേട്ടതും ഐശ്വര്യ പറഞ്ഞു, എന്റെ മാന്യത ഇത്രയൊക്കെ ഉള്ളൂ, ഇതിൽ കൂടുതൽ മാന്യതയൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആരും കരുതണ്ട. പിന്നെ അരുണിനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ അരുൺ മേലാൽ ഇടപെട്ടു പോകരുത് എന്ന്. അരുണിന് അല്ലെങ്കിലും വല്ലാത്ത സിമ്പതിയാണല്ലോ ഇവളോട്. അതുകൊണ്ട് തന്നെ ഇനി ആ സിമ്പതിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഇവളോട് എന്തെങ്കിലും ഒരു താല്പര്യം അരുണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നെന്നറിഞ്ഞാൽ ആ നിമിഷം ഇവളുടെ ജോലി അവസാനിപ്പിച്ച് ഇവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കും, ഓർത്തോ എന്ന് അരുണിനെ താക്കീത് ചെയ്തുകൊണ്ട് ഐശ്വര്യ പറയുന്നു. അരുൺ ആ വാക്ക് കേട്ടതും ഒന്നും മിണ്ടാനാകാതെ വേഗം അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ഐശ്വര്യ അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്തിനിടയിൽ ചായ ഐശ്വര്യ എടുത്ത് കഴിയുമ്പോൾ അടുത്ത ചായ അരുണിനെ ഏൽപ്പിച്ചു. അപ്പോഴാണ് അവിടെ നിന്ന് ഐശ്വര്യ പെട്ടെന്ന് ശ്രദ്ധിച്ചത്, അല്ല ഇതിനോടകം നീ ചായയും കൊടുത്തു കഴിഞ്ഞോ? പിന്നെയും ആ ട്രേയുമായിട്ട് അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും തന്നെ ഐശ്വര്യ തിരിച്ചറിയുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഐശ്വര്യയുടെ നോട്ടത്തിൽ നിന്ന് അവരുടെ മനസ്സിനെ അലട്ടിയത്. ഉടനെ അല്പനേരത്തേക്ക് ഐശ്വര്യ ദേഷ്യത്തോടെ ജാസ്മിനെ നോക്കി. അരുണിനെ താക്കീത് ചെയ്ത് കേട്ട് അരുൺ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒന്നും മിണ്ടാനാകാതെ ദേഷ്യം കടിച്ചമാതെ ആ ക്യാബിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ആ നിമിഷം അരുണിനെ തിരിച്ചു വിളിക്കുകയാണ് ഐശ്വര്യ. അരുൺ നിൽക്ക്, എനിക്ക് അരുണിനൊരു കൂട്ടം പറയാനുണ്ട് എന്ന് പറഞ്ഞു അരുൺ കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്ത് വളരെ ദയനീയമായ ഐശ്വര്യ അരുണിനെ നോക്കി. ഇത് കണ്ട ഉടനെ വസുന്ധര ചോദിച്ചു, എന്താ എന്താ നീ ഇങ്ങനെ നോക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ആ ഒരു പ്രവൃത്തിക്ക് കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു. അതിനുശേഷം അതിന്റെ കാരണങ്ങൾ എല്ലാവരും ചോദിച്ച് കഴിയുമ്പോഴാണ് അവിടെ ആനന്ദ നിലയത്തിൽ അവിടെ ഷോക്കേസിലിരിക്കുന്ന ഓരോ വസ്തുക്കളും കണ്ട് അതിശയപ്പെട്ടുകൊണ്ട് ശ്രീകുട്ടി അരികിലേക്ക് എത്തി. അതിൽ ഒരു ബൗള് കണ്ട് ശ്രീകുട്ടി അത് കയ്യിലേക്ക് എടുത്തു. ഇത് കണ്ട ഉടനെ വസുന്ധര ദേഷ്യപ്പെട്ടു, ദൈവമേ, എന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണല്ലോ ഈ കൊച്ചു നശിപ്പിച്ചു കളഞ്ഞെന്ന് ചോദിച്ച് ആ നിമിഷം പാവം ശ്രീകുട്ടിയുടെ നേരെ തട്ടിക്കയറുന്നു വസുന്ധര. അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, പേടിച്ചിട്ടാ? എന്ത്, അതാണോ പേടിച്ച് താഴെ പോയത് എന്ന് ചോദിച്ചതും വസുന്ധര ദേഷ്യത്തോടെ ശ്രീകുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാ പേടിച്ചത്? നീ പേടിച്ചിട്ട് അത് നിന്റെ കയ്യിൽ നിന്ന് താഴെ ചാടി പോയതാണോ എന്ന് ചോദിച്ചതും ശ്രീകുട്ടി പറഞ്ഞു, അല്ല,
ഞാൻ പേടിച്ചിട്ടാണ്. ഞാൻ പേടിച്ചപ്പോ എന്റെ കൈ വിറച്ചു. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഉടനെ അവിടേക്ക് എത്തിയ ആ നിമിഷം അങ്ങനെ തന്റെ കയ്യിൽ നിന്ന് താഴെ വീണു പോയി എന്ന് വിഷമിച്ചുകൊണ്ട് ശ്രീകുട്ടി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഐശ്വര്യ അവിടേക്ക് എത്തി. ഓ, ഈ നശൂലം പിടിച്ച പെങ്കൊച്ചിനെ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്? ദേ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ഉടനെ എന്തെങ്കിലും പോംവഴി കാണണം. ഇവളിനോട് നിർത്തിക്കൂടാ എന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറഞ്ഞു, എനിക്കറിയാം മോളെ, എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. താമസിയാതെ അത് ഈ അമ്മ നടപ്പിലാക്കും എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് അങ്ങനെ ഐശ്വര്യ കലിയോടെ മോളെ തന്നെ ഉറ്റുനോക്കുമ്പോൾ ആ പറയുന്നത് കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ശ്രീകുട്ടി അവിടെ നിന്ന് അമ്മയെന്ന് വിളിച്ച് കരയുന്നു. അമ്മ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞിന്റെ അവസ്ഥ തിരിച്ചറിയാനാകാതെ പാവം അശ്വതി അങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം താൻ ഉണ്ടാക്കി തരാമെന്നായിരുന്നു അരുൺ അശ്വതിക്ക് കൊടുത്ത വാക്ക്. ആ വാക്ക് പാലിക്കാൻ എന്താ പോംവഴി എന്ന് അരുൺ ആലോചിച്ചു.